everyone, welcome to Vanjinad Kitchen. I'm Chef Piroj. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഫിഷ് മോളിയാണ്. അതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. അതിനു മുമ്പേ സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും എന്ന് പറഞ്ഞ പോലെ ലൈക്കുകളൊക്കെ പടപടയെന്ന് ചെയ്യണം. എന്നാലേ എനിക്കൊരു മോട്ടിവേഷൻ ആകത്തുള്ളൂ. ഫിഷ് മോളിക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കിങ് ഫിഷ് ആണ്. നെയ്മീൻ, കരിമീനോ ആവോലിയോ ഒക്കെ നല്ലതാണ് ഫിഷ് മോളിക്ക്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഫിഷ് നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോഴാണ് അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നാരങ്ങാനീരും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോഴാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഫിഷിലേക്ക് പുരട്ടി വെക്കാം. ഫിഷ് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റിന് വെക്കാം. ആ ടൈമിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവോളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഫിഷ് മോളി പോർച്ചുഗീസുകാർ കൊണ്ടുവന്നതാണെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് നമ്മുടേതായിട്ടൊരു ശൈലിയാക്കിയപ്പം മലയാളികൾക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു വിഭവമായി മാറി ഫിഷ് മോളി. നമ്മൾ സവോളയും കുഞ്ഞുള്ളിയും എടുക്കുന്നുണ്ട്. സവോള നമ്മൾ തിന്നായിട്ട് വട്ടത്തിലാണ് അരിയുന്നത്. സവോളയും കുഞ്ഞുള്ളിയൊക്കെ നന്നായിട്ട് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ചിലർ കുഞ്ഞുള്ളി ഇടാറില്ല, ഞാൻ കുഞ്ഞുള്ളി ഇടും. കുഞ്ഞുള്ളി ഇടുമ്പോൾ നമ്മളുടെ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. സംഭവം എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിനി കുക്കിങ്ങിലോട്ട് കിടക്കാം. ഫിഷ് മോളി തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് വിസ്താരമുള്ളൊരു പാൻ വെക്കാം. പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഉലുവായും സ്പൈസസും ഒക്കെ ഇടാം. ഏലക്കായും കറുകപ്പട്ടയും ഗ്രാമ്പുവും ബേ ലീഫുമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 4 പച്ചമുളക് ചേർക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കുഞ്ഞുള്ളിയും ചേർക്കാം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന ഒനിയൻ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ചെറുതീയിൽ സവോള നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആ ടൈമിൽ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷും ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ഫ്രൈ ആവാൻ വേണ്ടി ഒരു ഫ്രൈയിങ് പാൻ വെക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ ജസ്റ്റ് നമ്മൾ 2 മിനിറ്റ് വീതം ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് ഓരോ സൈഡും. മീനൊന്ന് തിരിച്ചിടുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടാം. മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഫിഷ് മോളിക്ക് വേണ്ടി നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്നത് ഗ്രേവിയിൽ കിടന്ന് ഫിഷ് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് 2 മിനിറ്റ് വീതം ജസ്റ്റ് ഒന്ന് സീൽ ചെയ്തെടുത്താൽ മതി 2 സൈഡും. ഫിഷ് 2 സൈഡും നന്നായിട്ട് സീൽ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കോരിയെടുക്കാം. ഫിഷ് മോളിക്കുള്ള മസാലയിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇടാം. മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇടാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇടാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇടുന്നു. മസാലയെല്ലാം നമുക്ക് ചെറുതീ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവോളയൊന്നും നമ്മൾ ഓവറായിട്ട് കുക്കാക്കുന്നില്ല. ആ ഗ്രേവിയിൽ ആ സവോള അങ്ങനെ തന്നെ കിടക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ചന്തമാണ്. മസാലയെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാൽ നമുക്ക് ഒഴിക്കാം. 1 തേങ്ങയുടെ പാലാണ് പിഴിഞ്ഞിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയൊക്കെ രണ്ടാം പാലിൽ നന്നായിട്ട് യോജിച്ച് വരുമ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് നമുക്ക് ചേർക്കാം. മീൻ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തവിയൊന്നും ഇടത്തില്ല. നമ്മൾ കൈകൊണ്ട് പെയ്യെ ചുറ്റിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും. ഫിഷ് മോളിൽ നമുക്ക് അല്പം കാഷ്യൂനട്ട് അരച്ച് ചേർക്കാം. രണ്ടാം പാലൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ചേർക്കാം. നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കാം. ഫ്രൈ ചെയ്ത അതേ പാനിൽ തന്നെ നമുക്ക് തക്കാളി ഒന്ന് അരിഞ്ഞ് ഒന്ന് വഴറ്റിയിടാം. മീനിൽ നമ്മൾ അഡീഷണലായിട്ട് വേറെ പുളികളൊന്നും ചേർക്കുന്നില്ല. ആദ്യം മാരിനേഷനിലുള്ള നാരങ്ങ നീരല്ലാതെ, അതുകൊണ്ടാണ് നമ്മൾ തക്കാളി ചേർക്കുന്നത്. തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് തിരിച്ചിടാം. വഴറ്റി വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് ചേർക്കാം. 1-ാം പാൽ ഒഴിക്കുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. മീനിൽ നിന്ന് ഉപ്പ് ഇറങ്ങാനുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ടേ ഉപ്പിടാവുള്ളൂ.
അടിപൊളിയായിട്ടുണ്ട്. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. നമുക്ക് ഒന്നാം പാല് ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഓഫ് ചെയ്ത് വെക്കാം. ഒന്നാം പാൽ ഒഴിച്ചിട്ട് നമ്മൾ തിളയ്ക്കാൻ വിടത്തില്ല. നമ്മൾ ശകലം കറിവേപ്പിലൂടെ ഇട്ട് നമ്മൾ ഓഫ് ചെയ്ത് വെക്കുവാണ്. ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്ക് വെക്കാം. ആ ടൈമിൽ കറി ഇച്ചിരി ഒന്ന് കുറുകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലേറ്റ് ചെയ്യാം. ഒരു പിഞ്ച് മല്ലിയില നമുക്കിടാം. മല്ലിയിലയുടെ ഫ്ലേവർ അടിപൊളിയായിരിക്കും ഫിഷ് മോളിക്ക്. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. ഫിഷ് മോളിക്ക് ഏറ്റവും അടിപൊളി കോമ്പിനേഷൻ ആണ് പാലപ്പം. ഫിഷ് മോളി ഉണ്ടാക്കിയാൽ പാലപ്പം ഉണ്ടാക്കാതിരിക്കാൻ പറ്റുമോ? ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഓവർ കുക്ക് ആകാതെ രണ്ടാം പാൽ ഒഴിച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് പ്ലേറ്റ് ചെയ്യാം. ഫിഷ് മോളി നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് ഫിഷ് മോളി. നിങ്ങൾ എല്ലാവരും അത് ട്രൈ ചെയ്യണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പാലപ്പവും ഫിഷ് മോളി കാണാൻ തന്നെ ഒരു റോയൽ ലുക്കാണ്. സംഭവം പൊളി സാധനമാണ്. തേങ്ങാപ്പാലിൻ്റെയും കാഷ്യൂനട്ടിൻ്റെയും ക്രീമി ഫ്ലേവറും തക്കാളിയുടെ ആ നേരിയ പുളിയും കൂടെ മീനിലേക്ക് യോജിക്കുമ്പോഴുള്ള ഫ്ലേവർ ഉണ്ടല്ലോ, അതാണ് ഫിഷ് മോളിയുടെ സീക്രട്ട്. വഞ്ചിനാട് സ്പെഷ്യൽ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് വഞ്ചിനാട് കിച്ചൺ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇൻസ്റ്റാഗ്രാമും മറക്കരുത്. അടുത്ത ദിവസം അടിപൊളി വീഡിയോയുമായി വീണ്ടും വരും. ബൈ ടുഡേ. താങ്ക് യു വെരി മച്ച്.